ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 6.3 സെവൻത്ത് ക്വസ്റ്റ്യൻ തുടർന്നുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. In figure 6.38, altitudes AD and CE of a triangle ABC intersect each other at the point P. Show that 4 questions തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, triangle AEP similar to triangle CDP. Second question, triangle ABD similar to triangle CBE. Triangle AEP similar to triangle ADB. Triangle PDC similar to triangle BEC. ഇങ്ങനെ 4 പ്രോബ്ലംസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ളത്. ബോർഡിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, triangle AEP similar to triangle CDP. First question. Second question, triangle ABD similar to triangle CBE. Third question, triangle AEP similar to triangle ADB. Fourth question, triangle PDC similar to triangle BEC. ഇങ്ങനെ 4 സബ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ലൈൻ ഇതുപോലെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരയ്ക്കണം, പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലേ. CE എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ വേറെ തന്നിട്ടുണ്ട്. പോയിന്റ് സി ആണ്, ഈ പോയിന്റ് പി, അതുപോലെ ഈ പോയിന്റ് ഡി ആണ്. ദിസ് ഈസ് എ ആൻഡ് ദിസ് പോയിന്റ് ഈസ് ബി. ഇത്രയും പോയിന്റ്സ് ആണ് ഫിഗറിൽ നമുക്ക് തന്നിട്ടുള്ളത്. എ ബി സി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ, പി എന്ന് പറഞ്ഞ പോയിന്റ്, ഇ ഡി എന്ന് പറയണം 2 പോയിന്റ് കൂടി. പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. AEP സിമിലർ ടു ട്രയാങ്കിൾ CDP. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. AEP എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും AEP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലേ. ഇതേപോലെ നെക്സ്റ്റ് CDP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ആണ് അല്ലേ. ഈ 2 ട്രയാങ്കിൾ ആണ് നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് അതിലേതെങ്കിലും സൈഡ്സ് അല്ലെങ്കിൽ ആംഗിൾസ് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ സെയിം റേഷ്യോ ആണെന്ന് പറയാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം. AEP അതുപോലെ ഏതാ CDP. ഈ 2 ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ഏത് തന്നെയായിരിക്കും വരിക? 90 ഡിഗ്രി തന്നെയായിരിക്കും വരിക. ഇനി ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും വരിക? 90 ഡിഗ്രി തന്നെയായിരിക്കും വരിക അല്ലേ. അപ്പോൾ ഈ ആംഗിൾ 90 ആയതുകൊണ്ട് ഇതും 90 ആണ്, ഈ ആംഗിൾ 90 ആയതുകൊണ്ട് ഇതും എന്തായിരിക്കും? 90 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിന് 1 എന്നും ഈ ആംഗിളിന് 2 എന്നും പേര് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടും. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ബിക്കോസ് ബോത്ത് ആർ 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിളും 90 ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. 1 and 2 വിൽ ബി ഈക്വൽ. ഇനി ഈ 2 ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം. ഈ ഒരു ആംഗിൾ 3 ആണെന്ന് വിചാരിക്കുക, ഈ ഒരു ആംഗിൾ 4 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ, ഇത് ആംഗിൾ 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3ഉം 4ഉം ഈ 2 ആംഗിൾസ് കേട്ടോ, ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്താണ് അതിൻ്റെ റീസൺ? 2 ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ 3ഉം 4ഉം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് ആ 2 ആംഗിൾസും ഈക്വൽ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. നോക്കൂ, ഇപ്പോൾ ഈ 2 ട്രയാങ്കിളിലെ 2 പെയേഴ്സ് ഓഫ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ. 2 കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായി? ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾ എന്താവും? സിമിലർ ആവും. സോ വി ക്യാൻ സേ ദാറ്റ് triangle AEP will be similar to triangle CDP by which criteria? AA criteria. അപ്പോൾ 2 ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെയാണ് റിമൈനിങ് ക്വസ്റ്റ്യൻസും. ഏതെങ്കിലും 2 ആംഗിൾ നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും.
നോക്കാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ്? എ ബി ഡി സി ബി ഇ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എ ബി ഡി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിള് ഈ ഒരു ട്രയാങ്കിളാണ് വരിക അല്ലേ. എ ബി ഡി നിങ്ങൾ ഫിഗർ നോക്കിയാൽ അറിയാം. എ ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളാണ്. നെക്സ്റ്റ് ഏതാണ് തന്നിട്ടുള്ളത്? സി ബി ഇ ആണ് നമുക്ക് വേണ്ടത്. സി ബി ഇ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ കേട്ടോ. സി ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ട്രയാങ്കിളും ആണ് നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം അതിൻ്റെ ആംഗിൾസ് എന്തെങ്കിലും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമെന്ന്. എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും സി ബി ഇ എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും കോമൺ ആയിട്ട് ഒരു ആംഗിൾ വരുന്നുണ്ട്. ഏതാണ് ആ ആംഗിള്? ആംഗിൾ ബി. നോക്കൂ, രണ്ട് ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിളും പിന്നെ ഈ ട്രയാങ്കിളും ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഏതുണ്ട്? ആംഗിൾ ബി. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറയാം, വിച്ച് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. ഇപ്പോൾ രണ്ട് ട്രയാങ്കിളിലും ആംഗിൾ ബി എന്താണ്? കോമൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. സോ വി ക്യാൻ സേ ദേ ആർ ഈക്വൽ. ഇനി വേറെ ഏതെങ്കിലും ആംഗിൾസ് നിങ്ങൾക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ നോക്കൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ആംഗിൾ 5. ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് ആംഗിൾ 5. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് ആംഗിൾ 6 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളാണ് പറയണതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏത് ട്രയാങ്കിൾ വേണമെങ്കിൽ പറയാം. ആംഗിൾ 6 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 5. എന്താണ് റീസൺ? ബോത്ത് ആർ 90 ഡിഗ്രി. നോക്കൂ, ഈ ട്രയാങ്കിളിലെ ആംഗിളാണ് 5, അത് 90 ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് 6, അതും 90 ഡിഗ്രിയാണ്. അപ്പോൾ എ ബി ഡിയിലും സി ബിയിലും ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഏതാ? ആംഗിൾ 6ഉം ആംഗിൾ 5ഉം. വീണ്ടും നോക്കൂ, വേറൊരു ആംഗിൾ ഈക്വൽ ആയി. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ഇഫ് ടു കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ വി ക്യാൻ സേ ബൈ എ ക്രൈറ്റീരിയ ഇവിടെ ഉപയോഗിക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ സി ബി ഇ എന്ന് പറയാം. ഏത് ക്രൈറ്റീരിയ ആണ്? വീണ്ടും എ ക്രൈറ്റീരിയ. ഏതാണ് പറഞ്ഞത്? ഈ ട്രയാങ്കിളിലും കോമൺ ആയിട്ട് ആംഗിൾ ബി ഉണ്ട്, അപ്പോൾ ഒരു ആംഗിൾ ഈക്വൽ ആണ്. ഇനി ഇതിൻ്റെ ആംഗിൾ 5, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് 6, ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ വേറൊരു ആംഗിളും ഈക്വലായി. അപ്പോൾ 2 pairs of angles are equal, corresponding angles are equal, then triangles are similar. തേർഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. നോക്കൂ, എ ഇ പി അറിയാനായിട്ട് എ ഇ പി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നിങ്ങൾ ഫിഗറിലേക്ക് നോക്കിയാൽ അറിയാം. എ ഇ പി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളാണ് അല്ലേ. എ ഇ പി. വാട്ട്സ് എ നെക്സ്റ്റ് ട്രയാങ്കിൾ? എ ഡി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. എ ഡി ബി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ കേട്ടോ, എ ഡി ബി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളും ഈ രണ്ട് ട്രയാങ്കിളാണ് നോക്കേണ്ടത്. പേര് നോക്കുക, എ ഇ പി ആൻഡ് എ ഡി ബി. അതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ എന്ന് നോക്കുക. പേരിൽ തന്നെ ഉണ്ട് അല്ലേ, എ എന്ന്. അപ്പോൾ എ ഇ പി എ ഡി ബിയിൽ കോമൺ ആയിട്ട് ഒരു ആംഗിൾ വരുന്നുണ്ട്. ഏതാ? ആംഗിൾ എ. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ വിച്ച് ഈസ് കോമൺ. എ എന്ന് പറഞ്ഞ ആംഗിൾ രണ്ട് ട്രയാങ്കിളിലും ഉണ്ടാവും കേട്ടോ. എ ഇ പിയിലും ഉണ്ട്, എ ഡി ബിയിലും ഉണ്ട്. ഫിഗർ നോക്കുക. ഇനി ഏതെങ്കിലും വേറെ ആംഗിൾ ഉണ്ടോ നോക്കി. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ആംഗിൾ 1. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. ഏതാണ് അടുത്ത ട്രയാങ്കിൾ? എ ഡി ബി അല്ലേ. ഈ എ ഡി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ ആംഗിളാണ് എന്ത്? 6 എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 6 ബിക്കോസ് ബോത്ത് ആർ 90 ഡിഗ്രി. നോക്കൂ, ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് ആംഗിൾ 1, ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് ആംഗിൾ 6. 1ഉം 6ഉം 90 ഡിഗ്രിയാണ്. സോ ദേ വിൽ ബി ഈക്വൽ. ഇവിടെ വീണ്ടും രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി, കറസ്പോണ്ടിങ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ഇ പി സിമിലർ ടു ട്രയാങ്കിൾ എ ഡി ബി. ഏത് ക്രൈറ്റീരിയ ആണ് വീണ്ടും അപ്ലൈ ചെയ്തത്? ഡബിൾ എ ക്രൈറ്റീരിയ. അപ്പോൾ ഇത്രയും ആലോചിക്കേണ്ടോ, ആ രണ്ട് ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കുക, അതിൽ ഏതെങ്കിലും ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് നോക്കുക. അപ്പോൾ 2 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് സിമിലർ ആണെന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതാണ് അല്ലേ. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കൂ. പി ഡി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ചെറിയ ട്രയാങ്കിളാണ് പി ഡി സി. ബി ഇ സി എന്ന് പറഞ്ഞാൽ ബി ഇ സി ഈ ഒരു ട്രയാങ്കിളാണ് അല്ലേ.
BEC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ, PDC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. BEC PDC നോക്കിയാൽ അറിയാം, C എന്ന് പറഞ്ഞ ഒരു ആംഗിൾ, പേര് തന്നെ നോക്കിയാൽ അറിയാം അല്ലേ, C. സോ ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ C എന്ന് പറയാം. ബോത്ത് ആർ കോമൺ. രണ്ട് ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ നോക്കൂ അതിൽ C ഉണ്ട്, ഈ ബിഗർ ട്രയാങ്കിൾ നോക്കൂ അതിലും C ഉണ്ട്. C ഈസ് കോമൺ. ഇനി വേറെ നമുക്ക് നോക്കാനായിട്ട് ഏതെങ്കിലും ആംഗിൾസ് വേറെ ഈക്വൽ ഉണ്ടോ എന്ന് നോക്കാം. PDCയിലും അതുപോലെ BECയിലും. PDCയിലെ ഈ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ, ഇതിന് ആംഗിൾ 2 എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു അടുത്ത ഏതാ, BEC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിലെ ഈ ആംഗിൾ എത്രയാണ്, 5 അല്ലേ. അപ്പോൾ 2 എന്ന് പറഞ്ഞ ആംഗിളും 5 എന്ന് പറഞ്ഞ ആംഗിളും രണ്ടും ഈക്വൽ ആയിരിക്കും, കാരണം ബോത്ത് ആർ 90 ഡിഗ്രി. വീണ്ടും രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എന്ത് എഴുതാം, ട്രയാങ്കിൾ PDC സിമിലർ ടു ട്രയാങ്കിൾ BEC. ഏത് ക്രൈറ്റീരിയ ആണ് ഉപയോഗിച്ച്, AA ക്രൈറ്റീരിയ ഉപയോഗിക്കുക. ഈ 4 പ്രോബ്ലം നമ്മൾ AA ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ല ഏതെങ്കിലും രണ്ട് ആംഗിൾ, ചിലപ്പോൾ അത് കോമൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആംഗിൾ 90 ആയിരിക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കാം. ഏതെങ്കിലും പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഏതെങ്കിലും രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ട്രയാങ്കിൾ എന്താണെന്ന് പറയാം, സിമിലർ ആണെന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് 8th ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 8. E is a point on the side AD produced of a parallelogram ABCD and BE intersects CD at F. Show that triangle AB similar to triangle CFB. ഇതായിരുന്നു പ്രോബ്ലം. സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത്. വേറൊരു കാര്യം, ഫിഗർ തന്നിട്ടില്ല, നമ്മൾ ഫിഗർ ആലോചിച്ച് വരയ്ക്കണം കേട്ടോ. വാട്ട് ഈസ് ഗിവൺ, E is a point on the side AD produced of a parallelogram ABCD. അപ്പോൾ ആദ്യം ABCD എന്ന് പറഞ്ഞ ഒരു പാരലലോഗ്രാം നമുക്ക് വരയ്ക്കാം. പാരലലോഗ്രാം ABCD. Now what it is given, AD is produced. AD എന്ന് പറഞ്ഞ ലൈൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ, എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി അതിലൊരു പോയിന്റ് ആണ് E എന്ന് പറയണത്. സോ E is a point on AD പ്രൊഡ്യൂസ് എന്ന് പറയണം. അപ്പോൾ E എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആ ലൈൻമേ മാർക്ക് ചെയ്യുക. AD എക്സ്റ്റെൻഡ് ചെയ്യുക, അതും ഒരു പോയിന്റ് E മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് വാട്ട് ഈസ് ഗിവൺ, പാരലലോഗ്രാം ABCD ആൻഡ് BE ഇന്റർസെക്ട് CD. B എന്ന് പറഞ്ഞ ലൈൻ CD-നെ ഇന്റർസെക്ട് ചെയ്യണം. അപ്പോൾ BD എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക, അത് CD-നെ ഇന്റർസെക്ട് ചെയ്യും ഒരു പോയിന്റിൽ. അറ്റ് F, ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് F. അപ്പോൾ ഈ പോയിന്റ് F ആണെന്ന് പറയും. ഷോ ദ ട്രയാങ്കിൾ ABE. ABE എന്ന് പറഞ്ഞ ഫിഗർ ഏതാണെന്ന് മനസ്സിലാക്കാൻ നോക്കൂ. ഇതാണ് ABE എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലേ. ABE എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ABE, ഈ ടോട്ടൽ ട്രയാങ്കിൾ. അതും പിന്നെ ഏത് ട്രയാങ്കിളാണ്, CFB എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ഈ ട്രയാങ്കിൾ അല്ലേ. ഈ രണ്ട് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ട്രയാങ്കിൾ ABE സിമിലർ ടു ട്രയാങ്കിൾ CFB. ഇതാണ് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കുക എങ്ങനെയാണ് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ABCD എന്ന് പറയുന്നത് എന്ത് ഫിഗർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്, പാരലലോഗ്രാം ആണ്. നമുക്കറിയാം പാരലലോഗ്രാമിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. അതിലൊരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് പാരലൽ ആവും, ഈ രണ്ട് സൈഡ്സും എന്തായിരിക്കും, പാരലൽ ആവും. വി നോ ഫോർ എ പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അപ്പോൾ ഈ രണ്ട് സൈഡ്സും പാരലൽ ആണ്, അത് മനസ്സിൽ വേണം. ഓക്കെ, നെക്സ്റ്റ്, can you find out any angles equal here? ഏതെങ്കിലും ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പാരലലോഗ്രാമിന് മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ അതുപോലെ ഈ ആംഗിൾ എയും ആംഗിൾ സിയും അല്ലേ, അത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം. അപ്പോൾ അതിനെ 1, 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാൻ എളുപ്പത്തിന് 1, 2 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ 1 is equal to angle 2. എന്താണ് റീസൺ, ഓപ്പോസിറ്റ് സൈഡ്സ് അല്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം. Opposite angles of a parallelogram will be always
ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഈക്വൽ ആവും. ഇനി ഒരു പെയർ ഓഫ് ആംഗിളും കൂടി നമുക്ക് കിട്ടിയാൽ നമുക്കിത് എന്താണെന്ന് പറയാം, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. നോക്കൂ, ഈ ഒരു ആംഗിൾ ലെറ്റ് ഇറ്റ് ബി ആംഗിൾ 3, അതുപോലെ ഈ ആംഗിൾ 4 ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. എന്താ കാരണം? ഈ ലൈനും പാരലലാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം അല്ലേ. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. അപ്പോൾ ഇതൊരു ട്രാൻസ്വേഴ്സലാണെന്ന് വിചാരിക്കുക. ബി ഇ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സലാണെങ്കിൽ ഈ ആംഗിളും ഇത് ട്രാൻസ്വേഴ്സലാണെങ്കിൽ ഈ രണ്ട് ആംഗിളിനെ നമ്മൾ പറഞ്ഞ പേരാണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. അതാണ് 3ഉം 4ഉം. വി നോ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വിൽ ബി ഓൾവേസ് ഈക്വൽ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 എന്ന് പറയാം. എന്താ അതിൻ്റെ കാരണം പറഞ്ഞ്? ദേ ആർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വിൽ ബി ഈക്വൽ. നോക്കൂ, ഇപ്പോൾ രണ്ട് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എന്താണെന്ന് പറയാം? സിമിലർ ആണെന്ന് പറയാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് പറയാം therefore ട്രയാങ്കിൾ ഏതാണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി ഇ സിമിലർ ടു ട്രയാങ്കിൾ സി എഫ് ബി. ഏത് ക്രൈറ്റീരിയ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്? വീണ്ടും ഡബിൾ എ ക്രൈറ്റീരിയ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം വി ആർ യൂസിങ് ബൈ എ ക്രൈറ്റീരിയ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് വളരെ ഈസിയാണ്. രണ്ട് ആംഗിൾ നോക്കുക, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടീസ് അറിയണം. ഇവിടെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആണ് ഈക്വൽ ആയത്. അതല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലേ. ഏതെങ്കിലും രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 9. In figure 6.39, ABC and AMP are two right triangles right angled at B and M respectively, right angled at B and M respectively. Prove that triangle ABC is similar to triangle AMP. Second question, CA by PA is equal to BC by MP. Ninth question, the figure question already തന്നിട്ടുണ്ട്. നമുക്ക് ആ ഫിഗർ അതുപോലെ വരയ്ക്കാം കേട്ടോ. ഫിഗർ 6.39 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫിഗർ ഗിവൺ. ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ എ ട്രയാങ്കിൾ എ ബി സി. എ ട്രയാങ്കിൾ എ ബി സി വി നീഡ് ടു ഡ്രോ. ദെൻ എക്സ്റ്റെൻഡ് ദാറ്റ് ലൈൻ അപ് ടു ദ പോയിന്റ് പി. സോ ദിസ് ഈസ് എ പോയിന്റ് പി ആൻഡ് ജോയിൻ പി ടു എം. യു ഹാവ് ടു ഡ്രോ എ ലൈൻ പി എം ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 degree. PM is, that angle is 90 degree. Angle M is 90 degree. So this is what given, and also it is given this angle B also 90 degree. ഇവിടെ രണ്ട് ആംഗിളും 90 ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ബിയും ഒന്ന് ഏതാ എം. ഈ രണ്ട് ആംഗിളും എത്രയാണ്? 90 ഡിഗ്രി ആണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എ ബി സി എ എം പി. ഐ ഷാൽ റൈറ്റ് ദ ക്വസ്റ്റ്യൻ ഹിയർ. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ വാട്ട് യു നീഡ് ടു പ്രൂവ്? എ എം പി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനായിട്ട് സി എ ബൈ പി എ ഈസ് ഈക്വൽ ടു ബി സി ബൈ എം പി. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമുക്കിവിടെ കാണാം. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. എ എം പി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളാണ് എ എം പി. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഞാനവിടെ. എ ബി സി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിളാണ് ഇത് അല്ലേ. എ ബി സി. നെക്സ്റ്റ് ട്രയാങ്കിൾ ഏതാണ് പറഞ്ഞത്? രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ എം പി എന്ന് പറയണം. അപ്പോൾ ഈ ട്രയാങ്കിളാണ് എ എം പി. ഈ രണ്ട് ട്രയാങ്കിളാണ് നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതെങ്കിലും ആംഗിൾ കോമൺ ആണോ എന്ന് ആദ്യം ആലോചിക്കുക. എപ്പോഴും ആലോചിക്കേണ്ടത് കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ എന്നാണ്. ഈസി ആയിട്ട് പറയാം. എ ബി സിയിലും എ എം പിയിലും കോമൺ ആയിട്ട് ഒരു ആംഗിൾ ഉണ്ട്. ഏതാ? ആംഗിൾ എ. അപ്പോൾ ഉടനെ നമുക്കത് എഴുതാം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ വിച്ച് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള ആംഗിളാണ് ആംഗിൾ എ. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. ദാറ്റ്സ് വൈ ദേ ആർ ഈക്വൽ. ആംഗിൾ എ എന്ന് പറയുന്നത് കോമൺ ആണ് രണ്ടിലും. അപ്പോൾ എ എന്ന് പറഞ്ഞ ആംഗിൾ ഈക്വൽ ആണ്.
ഇനി വേറെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് പറയാം. ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ആംഗിൾ 1. ഇവിടെയും 90 ഡിഗ്രി ഉണ്ട്. വാട്ട് ഇറ്റ് ഈസ്? ആംഗിൾ 2 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ 1 എന്ന് പറഞ്ഞ ആംഗിളും 90 ആണ്, 2 എന്ന് പറഞ്ഞ ആംഗിളും 90 ആണ് അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറയാം ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. രണ്ടും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. സോ ദേ ആർ ഈക്വൽ. 1ഉം 2ഉം. 1 എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ്, 2 എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ്. രണ്ടും 90 ഡിഗ്രി ആയതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. സോ 1 and 2 ആർ ഈക്വൽ. സോ വാട്ട് യു ഹാവ് നൗ? 2 angles are equal. We can say they are corresponding angle. രണ്ട് corresponding angles equal ആണെങ്കിൽ what can you say that? You can say that triangles are similar. അപ്പോൾ triangle ABC similar to triangle AMP. ഏത് ക്രൈറ്റീരിയ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്? AA ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. എന്താ നമ്മൾ ചെയ്തത്? ഒരു ആംഗിൾ കോമൺ ആണ് ആംഗിൾ രണ്ട് ട്രയാങ്കിളിനും, വേറൊരു ആംഗിൾ രണ്ടിലും 90 ഡിഗ്രി ആണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ സിമിലർ ആയിരിക്കും ബൈ AA ക്രൈറ്റീരിയ. ഇനി അതിൽ തന്നെ ഒരു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. CA by PA, CA by PA. അതുപോലെ ഏതാ? BC by MP, BC by MP. They are ഈക്വൽ എന്ന് പറയുന്നുണ്ട്. എന്താ അതിൻ്റെ റീസൺ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ AC എന്ന് ഞാൻ എടുത്തു, അല്ലെങ്കിൽ ആൻസറിൽ CA എന്നാണ് വേണ്ടത് അല്ലേ. തിരിച്ചെടുക്കാം. CA എന്ന് എടുക്കുമ്പോൾ ഇവിടെ ഞാൻ ഏത് ഓർഡറിൽ എടുക്കണം? PA. നെക്സ്റ്റ് ഏതാ വേണ്ടത്? BC എന്നെടുത്തപ്പോൾ ഇവിടെ ഏത് ഓർഡറിൽ വേണം എടുക്കാൻ? MP. ഇത് രണ്ടും ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? സൈഡ്സ് റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താ? ബിക്കോസ് കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് വിൽ ബി ഓൾവേസ് ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഇത് രണ്ടും കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്, ഇത് രണ്ടും കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്. കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് വിൽ ബി ഇൻ ദ സെയിം റേഷ്യോ. അതുകൊണ്ടാണ് ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. 10th question. CD and GH are respectively the bisectors of angle ACB and angle EGF such that D and H lie on sides AB and FE of triangle ABC and triangle EFG respectively. If triangle ABC similar to triangle FEG, show that CD by GH is equal to AC by FG. First sub question. Second sub question, triangle DCB similar to triangle HGE. Third sub question, triangle DCA similar to triangle HGF. ഇങ്ങനെ 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫിഗർ തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഫിഗർ വരയ്ക്കണം കേട്ടോ. ഫിഗർ വരയ്ക്കാൻ ഏറ്റവും എളുപ്പം അവർ സിമിലർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, ഓർഡർ ഉണ്ട് അല്ലേ, അതുപോലെ വരയ്ക്കുന്നതാണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ അവർ പറയുന്നത് ABC FEG സിമിലർ ആണെന്ന്. അപ്പോൾ നിങ്ങൾ അതേ ഓർഡറിൽ വരച്ചു രണ്ട് ട്രയാങ്കിൾ. ഒന്ന് ABC, അപ്പോൾ അടുത്ത ട്രയാങ്കിൾ ഒന്ന് ABC ആണെങ്കിൽ നെക്സ്റ്റ് ട്രയാങ്കിൾ FEG, അതാണ് അവർ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വിൽ ബി FEG. സോ ദീസ് ആർ ദ ടു ട്രയാങ്കിൾസ്. ABCയും പിന്നെ FEG, അതാണ് ഓർഡറിൽ എഴുതേണ്ടത്. കാരണം ഇത് രണ്ടും സിമിലർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഓർഡറിൽ വരച്ചത്. ഇനി ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുക. CD ആൻഡ് GH ആർ റെസ്പെക്റ്റീവ്ലി ദ ബൈസെക്ടേഴ്സ് ഓഫ് ACB. അപ്പോൾ ACBയുടെ ബൈസെക്ടറാണ് CD അല്ലേ. അപ്പോൾ CD എന്ന് പറഞ്ഞ ഒരു ലൈൻ ആദ്യം വരയ്ക്കുന്നു, വിച്ച് ഈസ് ദ ബൈസെക്ടർ ഓഫ് ACB. ACBയുടെ ബൈസെക്ടറാണ് CD. നെക്സ്റ്റ് അതേപോലെ വേറൊരു ബൈസെക്ടർ പറയുന്നുണ്ട്. ഏതിൻ്റെയാണ്? EFG. കറക്ഷൻ, EGF. അതിൻ്റെ ബൈസെക്ടറാണ് ഏത്? H. അപ്പോൾ H എന്ന് പറഞ്ഞൊരു ലൈൻ ഇവിടെ വരച്ചു, GH എന്ന് പറഞ്ഞൊരു ലൈൻ, വിച്ച് വിൽ ബി ദ ബൈസെക്ടർ ഓഫ് EGF എന്ന് പറയുന്ന ആംഗിളിൻ്റെ ബൈസെക്ടറാണ് H എന്ന് പറയുന്ന GH എന്ന് പറയുന്ന ലൈൻ. സോ CD സിയുടെ ബൈസെക്ടർ ആണെന്ന് പറയാം, GH
ആംഗിൾ ജി, ടോട്ടൽ ആംഗിൾ ജിയുടെ ബൈസെക്ടർ ആണ്. അത് മനസ്സിലാക്കി വെക്കണം. അത് രണ്ട് ബൈസെക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത്. വേറെ തന്നിട്ടുള്ളത് ഡി ആൻഡ് എച്ച് ലൈ ഓൺ സൈഡ് ഡി ഓൺ എ ബി ആൻഡ് എച്ച് ഓൺ എഫ് ഇ. ഡി എ ബിയുടെ മുകളിലും എച്ച് എഫ് ഇയുടെ മുകളിലാണ് കിടക്കണേ. അത് രണ്ട് കാര്യങ്ങൾ കൂടി തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് സി ഡി ബൈ ജി എച്ച്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം സി ഡി ബൈ ജി എച്ച് ഈ രണ്ട് സൈഡാണ് അല്ലേ. ഈസ് ഈക്വൽ ടു എ സി ബൈ എഫ് ജി എന്ന് പറഞ്ഞാൽ എ സി ബൈ എഫ് ജി ഈ രണ്ട് സൈഡ്സും സെയിം റേഷ്യോ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും ഈ രണ്ട് സൈഡ്സും സെയിം റേഷ്യോ ആണെന്ന് പ്രൂവ് ചെയ്യുക. എപ്പോഴാണ് നമ്മൾ സെയിം റേഷ്യോ ആണെന്ന് പറയാം? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിലാണ് കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സ് വരുന്ന ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ദീസ് ടു സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ എന്ന് പറയണമെങ്കിൽ ആ രണ്ട് സൈഡ്സ് വരുന്ന ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏതാ? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവണം. ഈ രണ്ട് സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ നോക്കൂ. ഈ രണ്ട് സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതാ? എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് അല്ലേ. ഈ രണ്ട് സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ ഏതാ? എഫ് എച്ച് ജി, മുകളിലെ ഈ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയാൽ നിങ്ങൾക്ക് ഈ സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതല്ലേ ക്വസ്റ്റ്യൻ നമ്പർ 3, സബ് ക്വസ്റ്റ്യൻ 3 ഇതാണല്ലോ ചോദിച്ചിട്ടുള്ളത്. നോക്കി ഡി സി എ അതുപോലെ ഏതാ എച്ച് ജി എഫ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് തേർഡ് സബ് ക്വസ്റ്റ്യൻ പറയണത്. ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സി ഡി ബൈ ജി എച്ച് ഈസ് ഈക്വൽ ടു എ സി ബൈ എഫ് ജി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ട്രയാങ്കിൾ ഡി സി ബി സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി ഇ. തേർഡ് സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എഫ്. മനസ്സിലാക്കേണ്ടത് ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ തേർഡ് സബ് ക്വസ്റ്റ്യൻ ചെയ്യണം. തേർഡ് സബ് ക്വസ്റ്റ്യനിൽ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പറയാം കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ അല്ലേ. നോക്കി സി ഡിയും ജി എച്ചും സൈഡായി വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ലേ. അതുപോലെ ഏതാ എ സിയും എഫ് ജിയും. അപ്പോൾ സി ഡി എ സി ഈ രണ്ട് സൈഡ്, ജി എച്ച് എഫ് ജി ഈ രണ്ട് സൈഡ്, ഇത് വരുന്ന ട്രയാങ്കിൾ ആണ് നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലാക്കണം ഏത് സൈഡ്സാന്ന് നോക്കുക, ആ ട്രയാങ്കിൾ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് സബ് ക്വസ്റ്റ്യൻ ചെയ്താൽ എനിക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് സി ഡി ബൈസെക്ടർ ആണെന്ന് പറയുന്നുണ്ട്. ബൈസെക്ടർ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെയും ജി എച്ച് ബൈസെക്ടർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എ ബി സി സിമിലർ ടു എഫ് ഇ ജി. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ ജി. ഇറ്റ് ഈസ് ഗിവൺ. ഇത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് ട്രയാങ്കിൾ ടോട്ടൽ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ടോട്ടൽ ട്രയാങ്കിൾസ് അങ്ങനെയാണെങ്കിൽ നോക്കൂ, എ ബി സി എഫ് ഇ ജി സിമിലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ സിയും പിന്നെ ഏതാ ആംഗിൾ ജിയും അല്ലേ. ആംഗിൾ സിയും ആംഗിൾ ജിയും അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. നോക്കുക, ഈ ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡാണ് ആംഗിൾ സിയും ആംഗിൾ ജിയും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. എന്താണ് കാരണം? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ triangles will be equal. We studied. So corresponding angles ആയതുകൊണ്ട് സിയും ജിയും, സി എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ആംഗിൾ ആണ് കേട്ടോ, ഈ ലൈൻ ഇല്ല എന്ന് വിചാരിക്കുക. ടോട്ടൽ ആംഗിൾ സിയും ടോട്ടൽ ആംഗിൾ ജിയും ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ, ഇതിൻ്റെ തേർഡ് ആംഗിൾ കേട്ടോ, രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്.
നോക്കുക, ആംഗിൾ സിയും ആംഗിൾ ജിയും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് ആംഗിൾ സിയും ഹാഫ് ഓഫ് ആംഗിൾ ജിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം നമുക്കറിയാം ഇഫ് ടു ടേംസ് ആർ ഈക്വൽ ഇറ്റ്സ് ഹാഫ് വിൽ ബി ഓൾസോ ഈക്വൽ. 5 ഈക്വൽ ടു അല്ലെങ്കിൽ 4 ഈസ് ഈക്വൽ ടു 4 ആണെന്ന് വിചാരിക്കുക. 4ൻ്റെ ഹാഫ് എത്ര? 2. 4ൻ്റെ ഹാഫ് എത്ര? 2. സോ 2 വിൽ ബി ഈക്വൽ ടു 2. സോ ഇഫ് all things are equal, its half will be also equal. We studied a property. അപ്പോൾ സിയും ജിയും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഹാഫുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഹാഫ് ഓഫ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പേര് പറയാം, ആംഗിൾ 1. എന്തുകൊണ്ട് ആംഗിൾ 1 ഹാഫ് ആവാനായിട്ടുള്ള കാരണം? ടോട്ടൽ ആംഗിൾ സിയുടെ ഹാഫ് ആയിരിക്കും ഇതെന്ന് പറയാനായിട്ടുള്ള കാരണം ഈ ലൈൻ ബൈസെക്ടർ ആണ്. അപ്പോൾ ഇതിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നല്ല അർത്ഥം. ഒരു എക്സാമ്പിളായിട്ട് പറയും, ടോട്ടൽ 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. സി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും? 30. ഇവിടെ ഏതായിരിക്കും? 30. 30 ഈക്വൽ ആയിട്ടല്ലേ വരിക. അതാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആംഗിൾ സിയുടെ ഹാഫ് ആയിരിക്കും ഏത്? ആംഗിൾ 1. അതിൻ്റെ കാരണം എന്താ? ബൈസെക്ടർ ആണ് സി ഡി. അതാണ് അതിൻ്റെ കാരണം. സോ ഹാഫ് ഓഫ് ആംഗിൾ സിക്ക് പകരം നമുക്ക് ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഈ ഒരു ആംഗിൾ 1 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ ഹാഫ് ഓഫ് ആംഗിൾ ജിയുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ് വരിക. അതിന് വേണമെങ്കിൽ 2 എന്ന് പേര് കൊടുക്കാം. സോ ഇറ്റ് ഈസ് ആംഗിൾ 2. സോ ആംഗിൾ 1 ഈസ് ഹാഫ് ഓഫ് ആംഗിൾ സി, ആംഗിൾ 2 ഈസ് ഹാഫ് ഓഫ് ആംഗിൾ ജി. അതിൻ്റെ റീസൺ എന്താ എഴുതുക? സി ഡി ആൻഡ് ജി എച്ച് ആർ ദ ബൈസെക്ടേഴ്സ്. അത് ബൈസെക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ, ഈക്വൽ ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ. സോ 1 ഈസ് ഈക്വൽ ടു 2. നോക്കിയേ, ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് ഓൾറെഡി കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. അതുപോലെ ഈ ട്രയാങ്കിളും അതിൻ്റെ ഒരു ആംഗിൾ ഓൾറെഡി എന്താണെന്ന് കിട്ടി? ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ആംഗിൾ 1ഉം പിന്നെ ഏതാ? ആംഗിൾ 2. ഇനി ഇതിൽ നോക്കിയാൽ അറിയാം, എ ബി സി എഫ് ഇ ജി ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ആംഗിൾ എ ആംഗിൾ എഫ് ഇത് രണ്ടും ഏതാ? കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ? നോക്കി, ആദ്യത്തെ ടേമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആംഗിൾ എ വിൽ ബി ഈക്വൽ ടു ആംഗിൾ എഫ്. എന്താണ് അതിൻ്റെ കാരണം? ദേ ആർ ഓൾസോ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ഏത്? എയും എഫ്. എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്, എഫ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. നോക്കൂ, ടോട്ടൽ ട്രയാങ്കിൾ രണ്ടും സിമിലർ ആണെങ്കിൽ ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അതുകൊണ്ട് അത് ഈക്വൽ ആവും. സോ ആംഗിൾ എ വിൽ ബി ആംഗിൾ എഫ് ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇപ്പോൾ രണ്ടാമതൊരു ആംഗിൾ കൂടി ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയില്ലേ ട്രയാങ്കിളിൽ? അപ്പോൾ ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. സോ ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എഫ്. ഏത് ക്രൈറ്റീരിയ ആണ് ഉപയോഗിക്കുന്നത്? എ എ ക്രൈറ്റീരിയ. ഏതാ നെയിം പറഞ്ഞത്? ഡി സി എ എച്ച് ജി എഫ്. ഇതിൻ്റെ ഈ 2 ആംഗിൾ ഈക്വലാ, ഈ 2 ആംഗിൾ ഈക്വലാ. അപ്പോൾ എ എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഇത് രണ്ടും സിമിലർ ആണെന്ന് പറയാം. ഞാനിപ്പോൾ പ്രൂവ് ചെയ്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാം. നോക്കൂ, സി ഡി ഇവിടെ ഏതാ? ജി എച്ച് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ് അല്ലേ? അപ്പോൾ സി ഡി ബൈ ജി എച്ച് ഈസ് ഈക്വൽ ടു എ സി. പിന്നെ ഏതാ? എഫ് ജി ഈസ് ഈക്വൽ ടു എ സി ബൈ എഫ് ജി എന്ന് പറയാം. എന്താ കാരണം? കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ അല്ലേ? കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് വിൽ ബി ഓൾവേസ് ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ തേർഡ് സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മനസ്സിലായേ? ഈ സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി അതിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ പ്രൂവ് ചെയ്യാനായിട്ട്. നോക്കൂ, ഡി സി ബി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. അടുത്തേതാ? എച്ച് ജി ഇ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഈ ട്രയാങ്കിൾ ആണ്. ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്ന്. ഇതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തുകൂടെ? നോക്കി, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനും നമുക്ക് പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട്
നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു കാര്യം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ഏതായിരുന്നു? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട്. ഏതായിരുന്നു ട്രയാങ്കിൾ? എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ, നേരത്തെ എഴുതിയത് തന്നെയാണ് നമ്മൾ, എഫ് ഇ ജി. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ഗിവൺ. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ആംഗിൾ ഇവിടെ ഉണ്ട്. ഏതാ? ആംഗിൾ ബിയും പിന്നെ ഏതാ? ആംഗിൾ ഇയും. നോക്കൂ, ആംഗിൾ ബി, ആംഗിൾ ഇ, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. എന്താ കാരണം? ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ ബി ഇ എന്ന് പറഞ്ഞ രണ്ട് കറസ്പോണ്ടിങ് ആംഗിളാണ്. രണ്ടാമത് വരുന്ന ടേംസ് അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആവും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൽ ഒരു ആംഗിൾ ഓൾറെഡി ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു ആംഗിളും കൂടിയും കിട്ടിയാൽ മതി. അത് മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ പറഞ്ഞു ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ജി. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. ഇറ്റ്സ് ഓൾറെഡി പ്രൂവ്ഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൂവ് ചെയ്തില്ല. എന്താ കാരണം? അത് ഈക്വൽ ആണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ കേട്ടോ. അല്ലെങ്കിൽ പ്രൂവ്ഡ് എന്ന് ഓൾറെഡി എഴുതിയാലും മതി. സിയും ജിയും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആവും. അപ്പോൾ ഹാഫ് ഓഫ് ആംഗിൾ സിയും ഹാഫ് ഓഫ് ആംഗിൾ ജിയും എന്തായിരിക്കും? ഈക്വൽ ആവും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലെ തന്നെ. ഹാഫ് ഓഫ് ആംഗിൾ സി മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ 1 ആണ് എടുത്തതെങ്കിൽ ഇവിടെ നമുക്കത് 3 എന്ന് എടുക്കാം. താഴെയുള്ള ആംഗിൾ എടുക്കാം. ഇത് രണ്ടും ഈക്വൽ ആണ് കേട്ടോ. അപ്പോൾ ഹാഫ് ഓഫ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 1 ആണ് 3 ആണ്. ഇവിടെ നമുക്ക് 3 ആണ് ആവശ്യം. അതുകൊണ്ട് അങ്ങനെ ആംഗിൾ 3 എന്ന് എടുക്കാം. ഹാഫ് ഓഫ് ആംഗിൾ ജിനെ ഇവിടെ നമുക്ക് 4 എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം പ്രൂവ് ചെയ്യാനായിട്ട് 1ഉം 2 ആണ് എടുത്തത്. ഈ ട്രയാങ്കിൾ ആണ് വേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് താഴെയുള്ള ട്രയാങ്കിൾ അല്ലേ വേണ്ടേ. അപ്പോൾ 3ഉം പിന്നെ ഏതാ? 4ഉം. അത് രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ ഹാഫ് ഓഫ് ആംഗിൾ സി 3 വരാനായിട്ടുള്ള കാരണം സിയുടെ ബൈസെക്ടർ ആണ് സി ഡി. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആവും. അപ്പോൾ 3 എന്ന് പറഞ്ഞത് സിയുടെ ഹാഫ് അല്ലേ വരിക. അതുകൊണ്ടാണ് ഹാഫ് ഓഫ് ആംഗിൾ സീനെ 3 എന്ന് എഴുതിയത്. അതേപോലെ ഹാഫ് ഓഫ് ആംഗിൾ ജിനെ 4 എന്ന് എഴുതാം. അതിൻ്റെ കാരണം സി ഡി ആൻഡ് ജി എച്ച് ആർ ദ ബൈസെക്ടേഴ്സ്. ആംഗിളിൻ്റെ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഹാഫ് ആയിട്ട്. അപ്പോൾ ഹാഫ് ഓഫ് ആംഗിൾ സി 3 ആണെന്ന് പറയാം. ഹാഫ് ഓഫ് ആംഗിൾ ജി ആംഗിൾ 4 ആണെന്ന് പറയാം. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കൂ. ഓൾറെഡി രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ. ഈ രണ്ട് ആംഗിൾ ഈക്വലാ, ഈ രണ്ട് ആംഗിൾ ഈക്വലാ അല്ലേ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ഏതാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഡി സി ബി സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി ഇ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഏത് ക്രൈറ്റീരിയനെയാണ് അവിടെ ഉപയോഗിച്ചത്? എ ക്രൈറ്റീരിയ. എന്താ ചെയ്തത്? ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പോൾ ഈക്വലായി. ആംഗിൾ സിയും ആംഗിൾ ജിയും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പോൾ ഈക്വലാ. അപ്പോൾ അതിൻ്റെ ഹാഫുകളും ഈക്വൽ ആവും. ഹാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4 ആണ്. സിയുടെ ഹാഫ് 3 ആയിട്ട് എടുക്കുക, ജിയുടെ ഹാഫ് 4 ആയിട്ട് എടുക്കുക. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് പറയാം? സിമിലർ ആണെന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Question number 11. In figure 6.40, E is a point on side CB produced of an isosceles triangle ABC with AB is equal to AC. If AD perpendicular to BC and EF perpendicular to AC, prove that triangle ABD similar to triangle ECF. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫിഗർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഫിഗർ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ. പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ ഇ സി എഫ്. ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രയാങ്കിൾ എ ബി ഡി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരയ്ക്കാം. എ ബി ഡി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളും അടുത്ത ട്രയാങ്കിൾ പറഞ്ഞിട്ടുള്ളത് ഇ സി എഫ് എന്ന് പറഞ്ഞാൽ അറിയാം ഈ ഒരു ട്രയാങ്കിളാണ് അല്ലേ. ഇ സി എഫ് എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിളാണ്. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആലോചിച്ച് നോക്കുക. ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ അല്ലേ. ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ. അടുത്ത ട്രയാങ്കിൾ ഇ സി എഫ് എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ എങ്ങനെ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ബി ഈസ് ഈക്വൽ ടു എ സി.
എ ബി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇഫ് എ ബി ആൻഡ് എ സി ആർ ഈക്വൽ, അപ്പോൾ ആ ഫിഗർ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, ആ രണ്ട് ലൈൻ മാത്രം ആലോചിക്കുക. എ ബി എ സി, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസിലസ് ട്രയാങ്കിളിൽ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഇൻ ഐസോസിലസ് ട്രയാങ്കിൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിൾ അല്ലേ, എ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ അല്ലേ, ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് ആംഗിൾ 1 എന്ന് കൊടുക്കാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 2. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ടു സൈഡ്സ് ആർ ഈക്വൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾ, എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ 1, എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ 2, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആംഗിൾ 1 അല്ലേ, ഇതാണ് വരിക ആംഗിൾ 2. മനസ്സിലാക്കേണ്ടത് എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ 1, എ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ 2. അപ്പോൾ ഈ ലൈൻ ഇല്ല എന്ന് വിചാരിക്കുക, ഇതുപോലെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കറക്ഷൻ എക്സ്ക്യൂസ് മീ ദെൻ വി ഹാവ് ടു ഡു നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. എ ബി ഈസ് ഈക്വൽ ടു എ സി, ഇറ്റ് ഈസ് ഗിവൺ. എ ബി എ സി ഈക്വൽ ആണെങ്കിൽ എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ 1, എ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ 2. ഫിഗറിലേക്ക് നോക്കുക കേട്ടോ, ഈ ട്രയാംഗിൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. എന്താ അതിൻ്റെ കാരണം? ബൈ തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് വിൽ ബി ഓൾസോ ഈക്വൽ. ആ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത് കേട്ടോ. 1ഉം 2ഉം ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. നോക്കൂ, 1 എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിൻ്റെ ഒരു ആംഗിൾ അല്ലേ, നമുക്ക് വേണ്ട ട്രയാംഗിളിൻ്റെ ഒരു ആംഗിളാണ്. 2 എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു ട്രയാംഗിൾ പ്രൂവ് ചെയ്യാൻ മറ്റൊരു ട്രയാംഗിൾ എ ബി ഡി, അതിൻ്റെ ഒരു ആംഗിൾ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ബി ഡിയുടെ ആംഗിൾ ആണ് ആംഗിൾ 2, അതുപോലെ ഇ സി എഫ് എന്ന് പറഞ്ഞ ട്രയാംഗിളിൻ്റെ ആംഗിൾ ആണ് ആംഗിൾ 1. അതിൽ ഒരു ആംഗിൾ ഓൾറെഡി നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. വേറൊരു ആംഗിൾ നമുക്ക് ഈസി ആയിട്ട് പറയാം. നോക്കൂ, രണ്ടാമതൊരു ആംഗിൾ ഇതാണ് അല്ലേ, ഇതിന് ആംഗിൾ 3 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. അതേപോലെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ഈ ആംഗിളിന് 4 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇ സി എഫ് എന്ന് പറഞ്ഞ ട്രയാംഗിളിൻ്റെ ഒരു ആംഗിൾ ആണ് ആംഗിൾ 3, എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാംഗിളിൻ്റെ ആംഗിൾ ആണ് ആംഗിൾ 4. അപ്പോൾ 3ഉം 4ഉം എന്തായിരിക്കും? രണ്ടും ഈക്വൽ ആയിരിക്കും, ബിക്കോസ് ബോത്ത് ആർ 90 ഡിഗ്രി. നോക്കൂ, ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിളും 90 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇത് 90 ആകുമ്പോൾ ഇത് 90 ആവുമല്ലോ. ഇതാണ് നമ്മുടെ ട്രയാംഗിൾ ആവശ്യമുള്ളത്, അതിൻ്റെ ഒരു ആംഗിൾ 90. ഈ ഒരു ട്രയാംഗിൾ നമുക്ക് വേണം അല്ലേ, അതിൻ്റെ ഒരു ആംഗിൾ 90 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് 3 and 4 ബോത്ത് ആർ 90 ഡിഗ്രി, സോ ദാറ്റ് വിൽ ബി ഓൾസോ ഈക്വൽ. ഇപ്പോൾ നോക്കിയേ, രണ്ട് ആംഗിൾസ് ഓൾറെഡി എന്തായി? ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ സിമിലർ ആണെന്ന് പറയാം. ഏതാ ട്രയാംഗിൾ? എ ബി ഡി സിമിലർ ടു ട്രയാംഗിൾ ഇ സി എഫ് ബൈ വിച്ച് ക്രൈറ്റീരിയ? എ ക്രൈറ്റീരിയ. നോക്കുക, ഈ ട്രയാംഗിളിൻ്റെ 1ഉം ഈ ട്രയാംഗിളിൻ്റെ 2ഉം ഈക്വൽ ആണ്, ഈ ട്രയാംഗിളിൻ്റെ 3ഉം ഈ ട്രയാംഗിളിൻ്റെ 4ഉം ഈക്വൽ ആണ്. അപ്പോൾ 2 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, ദെൻ ട്രയാംഗിൾസ് ആർ സിമിലർ. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്നൊരു 5 ക്വസ്റ്റ്യൻ അല്ലേ ആണ് ചെയ്തത്. റിമൈനിങ് 5 ക്വസ്റ്റ്യൻ വി ക്യാൻ ഡു ഇറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്ത്. മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് വി ആർ യൂസിങ് എ ക്രൈറ്റീരിയ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആ ആംഗിളുകൾ ഏതാണ് ഈക്വൽ എന്ന് നോക്കുക. ഏതെങ്കിലും പ്രോപ്പർട്ടി ഉപയോഗിച്ച് രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രയാംഗിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. ഒന്ന് ലോജിക്കലായിട്ടൊന്ന് ആലോചിച്ചാൽ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്തത്. നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, അപ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിന് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So thank you for watching. Don't forget to subscribe.